ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന്റെ സെലിബ്രേഷനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും ഫുൾ അലമ്പായിട്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടേതായ വർക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് അത് കാണാം. വാ എന്റെ പൊന്നെ കൂടെ നടന്ന് ഓടി നടന്നിരിക്കുന്നത് എന്താ അന്യ ബന്ധനത്തിലായോ? എന്തുവാ ഇത്? എന്റെ ബർത്ത്ഡേ ഒന്നും കൂടെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഒരാൾക്കുള്ള സാരിയാണിത്. ഇതൊക്കെ ഇനി കോളേജിൽ കൊടുക്കണം. ഇന്ന് ഫുൾ ഓട്ടമാണ് ഗൈസ്. ഇനി പഠിക്കാത്ത 1-2 ഡാൻസും കൂടെ പഠിക്കാൻ കിടപ്പുണ്ട്. ഇതൊക്കെ നോക്കണം. അറിയില്ല എന്താവുമെന്ന്. ഫുഡൊക്കെ കഴിച്ചില്ലേ ഗൈസ്? ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തുള്ള മരങ്ങളെല്ലാം പോയി, കാലിയായി. പരിപാടിക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് ഗൈസ്. ഗൈസ്, ഞങ്ങളുടെ ഓണത്തിന്റെ എന്താന്ന് അത്തപ്പൂ, അത്തപ്പൂവിനുള്ള പൂവാണ് ഗൈസ്. തൊടാൻ പറ്റൂല, തൊട്ടാൽ ഇവന്മാരെന്നെ പഞ്ഞിക്കിടും. റോസാപ്പൂക്കെ ഉണ്ട്. പ്രസാദേ, പിന്നെ വേറെ ഏത് പൂവുള്ള? ഇതെന്താടാ, കാടോടെ കൊണ്ടുവന്നെന്ന് തോന്നേ. ഇതെല്ലാം ഞങ്ങളുടെ അത്തപ്പൂക്കളത്തിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. അതിന്റെ ഇടയ്ക്ക് അവൻ ഇതെന്തോടെ സാധനം? നീ ഇപ്പൊ ഇങ്ങനെ എന്താ വലിച്ചു വിട്ട സാധനം? എന്താ? ഓ, റോക്കറ്റ്. എന്താ ഓലയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണോ? പച്ച മഞ്ഞ എല്ലാം ഉണ്ട്. പക്ഷെ ഓണമാണ് അല്ലേ സ്റ്റെഫിനെ? അങ്ങോട്ട് പോയി നിക്ക്. ഗോകുൽ, ഇത് വായിച്ചേടാ, ഇത് വായിച്ചേ. എടാ, ഇത് എന്തിനാടാ വെട്ടുന്നേ? മാവേലി ഇരിക്കാനോ? കോര കോര കാണിച്ചേ. ഇതല്ലേ? ഇതെന്താ ചെയ്യുന്ന പ്രസാദേ? ഗൈസ്, കുരുത്തോലയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് പച്ചോലയാ. പച്ചോലയല്ലേ ഇത്?
കിട്ടി കിട്ടി. താഴെ കെട്ടാൻ പോലെ ഗൈസ്, ഞങ്ങൾ കോളേജ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാണ്. അശ്വിനാണോ കോർഡിനേറ്റർ? ഒരു ഇത് തരുമോ? എന്ത് ഞാൻ കൊള്ളല്ലേ ഇതൊക്കെ തൂക്കിപ്പോ കോളേജിന് ഐശ്വര്യം വന്നു ഗൈസ്. കോളേജ് മരം വെട്ടിയപ്പോ വേറൊരു ലുക്ക്. അതെയാ, കഷ്ടപ്പാടാണ് ഗൈസ് ഓണത്തിന്റെ. അപ്പം ഞങ്ങളിത് ത്രെഡ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ത്രെഡ് ചെയ്യണം. നാളെ ഞങ്ങളുടെ പരിപാടിയാണ്. അന്നയ്ക്കാണ് മെയിനായിട്ടും ചെയ്യണ്ടേ. എനിക്കില്ല ഗൈസ്, എന്നാൽ നമ്മളൊരു ഷോയ്ക്ക് വേണ്ടി ചെയ്യും. കരയൂ എന്നെ. സെറ്റായില്ലേ? എന്തിന് ഇവിടത്തെ ചെയ്യുമ്പോൾ എന്തോ അപ്പൊ ഗൈസ്, ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം. മണ്ഡപാന്ന് ഞങ്ങൾ ഇവിടെ പറയും. അപ്പൊ ഇവിടാണ് ഇനി അടുത്ത ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. ഇവിടെ ഫുള്ള് ഞങ്ങൾക്ക് ഇനി സെറ്റ് ചെയ്യണം. ഓ, ഇവിടെ
ഇതെന്തായാലും പരിപാടി പേടിക്കണ്ട. ഒന്നുമില്ലടി. ഹലോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങളാണ് ഇത്തവണ സീനിയേഴ്സ്. സോ ഞങ്ങളാണ് പരിപാടി നടത്തുന്നത്, അതുകൊണ്ട് എല്ലാ പണിയും ചെയ്യണം. എല്ലാം കേൾക്കുന്നുണ്ടാവും കൂടി. പൂവിന്റെ പേര് പറഞ്ഞാൽ 5 രൂപ തരും. മരളിയും ചുരുളിയൊന്നും അല്ല ഇത് ജമന്തി അല്ലേ? ഇതാ ജമന്തി. ഇതിന്റെ ഈ പൂവിന്റെ പേര് പറയുന്നവർക്ക് 5 രൂപ. ഈ വെള്ളപ്പൂവിന്റെ ആർക്കെങ്കിലും അറിയോ? വെള്ളപ്പൂ വൈറ്റ് ഡാലിയ. മലയാളം ഓണത്തിന് മലയാളം വേണം, പറ്റത്തില്ല. ഓണത്തിന് മലയാളം. എടി ഇത് മുരിങ്ങയിലാണോ? പുളിയിലാണോ? എടി ഇതിന്റെ പേരെന്തുവാ? പേര് പറഞ്ഞാ പൈസ കിട്ടും. ഒരാള് പറഞ്ഞ് പരളിന്ന്. ആർക്കറിയാം? ഗൈസ്, ഈ കഥകളി വരച്ചത് അശ്വിനാണ്, പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരച്ചത് അശ്വിനാണ്. അശ്വിൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, നീ വരച്ചാന്ന് വരുവാടാ, പോരെ? എടാ കഥകളി തന്നെയല്ലേ ഇത്, വേറൊന്നും ഇല്ലല്ലോ. എടാ ഈ വെള്ളപ്പൂവിന്റെ പേര് ചോദിച്ചപ്പോ എല്ലാരും ഗൈസ് ഓൾറെഡി കുഴഞ്ഞു, വയ്യ, നല്ല ടയേർഡായി. ഇതുവരെ തീർന്നില്ല ഗൈസ്, ഇതുവരെ ഈ ഡെക്കറേഷൻ ഒന്നും ആയിട്ടില്ല, നടക്കുന്നേ ഉള്ളൂ. ഇനി എപ്പോഴും ഇവിടുന്ന് തീരും പോകുന്നൊന്നും അറിയില്ല. ഗൈസ്, ഇത് ഞങ്ങളുടെ സന്ധ്യ മാമിന്റെ കുട്ടിയാണ്. കൊച്ചിന്റെ ചെവി വെച്ചുകൊണ്ടോടി. ആരുസേ ഒരു ഹായ് പറഞ്ഞേ. ആരുസേ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. ഇതാണ് ഞങ്ങൾ ചെയ്ത അത്തപ്പൂക്കളം, സ്റ്റേജിന്റെ ഡെക്കറേഷൻ. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളിട്ട അത്തം, ഞങ്ങളുടെ ക്ലാസിന്റെ വക. അപ്പൊ ഗൈസ്, ഇതോടെ ഞങ്ങളുടെ ഡെക്കറേഷൻ പരിപാടി കഴിഞ്ഞു.